ദുഃഖവെള്ളിയുടെ നന്മകൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഈ ഗാനത്തിൻ്റെ ഈരടികൾ നമ്മുടെ കർണപടങ്ങളിലും മുഴങ്ങിക്കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ അടയാളത്താലാണ് നമ്മളൊക്കെ ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേൽക്കുന്നത്. ഓരോ ദിവസവും അതിരാവിലെ കട്ടിലിലിരുന്ന് കുരിശ് വരയ്ക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അവരുടെ മനസ്സിൽ ജീവിതത്തിൽ മുഴുവനും ഈ കുരിശ് കോറിയിടേണ്ട ഒരു അനുഭവമാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുരിശ് വരച്ചിട്ടാണോ എഴുന്നേൽക്കുന്നത് അറിഞ്ഞുകൂടാ. കാരണം എന്താണ്? കുരിശിന്റെ അടയാളത്താൽ ഇന്ന് മുദ്രിത ആകാത്ത ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. ഫുൾട്ടൻ ജയ്ഷെയ്ൻ തൻ്റെ സോറോ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന മനോഹരമായിട്ടൊരു കാര്യമുണ്ട്. കുരിശിന്റെ അടയാളം നിങ്ങളിൽ പതിക്കട്ടെ, അതൊരിക്കലും മായാത്ത മുദ്രയാകട്ടെ. ഈ കുരിശിന്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് മുഖമുദ്രയാകട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ കുരിശിന്റെ അടയാളത്താൽ പല അസ്വസ്ഥതകൾ ഇന്ന് നിലനിൽക്കുകയാണ്. കാരണം നഗ്നമേനിയിൽ കുരിശ് കെട്ടി ആഭാസ നൃത്തമാടുന്നവരുണ്ട്. കുരിശിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. ഈ കുരിശാണ് നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ചത്. ആ കുരിശിന്റെ അടയാളത്താലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതിനാൽ കുരിശടയാളം രക്ഷയുടെ അടയാളമാണ്. ഓരോ ഭവനത്തിലും അതിരാവിലെ ഓരോരുത്തരും എഴുന്നേൽക്കുമ്പോൾ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമായി വേണം എഴുന്നേൽക്കുവാനായിട്ട്. കിടക്കുമ്പോഴും അങ്ങനെ തന്നെ. ഈ പ്രപഞ്ചം മുഴുവനും കുരിശിന്റെ അടയാളത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു അനുഭവമായിരിക്കട്ടെ. അപ്പോൾ മാത്രമാണ് ഈ ഭൂലോകം ഇനിയും രക്ഷപ്പെടുകയുള്ളൂ. അവൻ കുരിശുമരണത്താൽ ഈ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലും കുരിശിനാൽ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ നമുക്കും സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ദുഃഖവെള്ളിയുടെ നന്മകൾ ഏവർക്കും നേരുന്നു.